ഈ പുഴയും കടന്ന സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അന്ന് രാത്രി കാവേരിക്ക് ഒട്ടും തന്നെ ഉറക്കം വന്നില്ല. നാളത്തെ ദിവസത്തെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. സ്വന്തം അച്ഛൻ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് സ്വന്തം ചോര നീരാക്കി ഉണ്ടാക്കിയ പണം, തങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം മാറ്റിവെച്ച ആ വലിയ സമ്പാദ്യം, ആ ജയബാലൻ എന്ന കൊടും ചതിയൻ എത്ര എളുപ്പമായിട്ടാണ് അത് തട്ടിയെടുത്തത്. ആ ചിന്ത വരുമ്പോൾ തന്നെ കാവേരിയുടെ നെഞ്ചിൽ ഒരു തീ കോരിയിടുന്നത് പോലെ തോന്നും. പക്ഷേ നാളത്തെ ദിവസം അവൾക്ക് വലിയൊരു പ്രതീക്ഷയാണ്. ആ പണം നാളെ അവനിൽ നിന്നും നിയമത്തിന്റെ മുന്നിൽ വെച്ച് തന്നെ തിരികെ പിടിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം അവൾക്കുണ്ടായിരുന്നു. അച്ഛന്റെ വിയർപ്പിന്റെ ഗന്ധമുള്ള ആ പണം കിട്ടിയ എത്രയും പെട്ടെന്ന് തന്നെ ഈ നാട് വിട്ട് തിരുവനന്തപുരത്തേക്ക് പോകണം. ഇവിടുത്തെ ഈ ശ്വാസം മുട്ടിക്കുന്ന ഓർമ്മകളിൽ നിന്നും ചതിയുടെ മുഖങ്ങളിൽ നിന്നും ദൂരേക്ക് മാറി കാവേരിയുടെ കണ്ണുകളിൽ ഒരു നിശ്ചയദാർഢ്യം തിളങ്ങി. അവൾ അച്ഛനെ മനസ്സിലോർത്തുകൊണ്ട് തന്നെ കുറേയധികം പ്രാർത്ഥിച്ചു. എന്നാൽ ആ മുറിയിലെ പഴയ കട്ടിൽ കിടന്നിരുന്ന യമുനയുടെ ഉള്ളിലെ അവസ്ഥ അതൊന്നും ആയിരുന്നില്ല. തിരുവനന്തപുരത്തേക്ക് പോകുന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ അവളുടെ നെഞ്ചിലൊരു വലിയ ഭാരം വന്നു നിന്നതുപോലെ തോന്നി അവൾക്ക്. അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ? പിന്നെ ഒരിക്കലും നിവിനേട്ടനെ കാണാൻ പറ്റില്ലല്ലോ. യമുന മനസ്സിലോർത്തു. നിവിൻ തന്നെയാണല്ലോ സ്നേഹിക്കുന്നത് എന്ന തെറ്റിദ്ധാരണയിലായിരുന്നു അവൾ ജീവിച്ചിരുന്നത്. നിവിന് യഥാർത്ഥത്തിൽ ജീവന് തുല്യം ഇഷ്ടം കാവേരിയാണെന്ന വലിയ സത്യം ആ പാവം അറിഞ്ഞിരുന്നില്ല. നിവിനേട്ടനെ എന്നേക്കുമായി പിരിയേണ്ടി വരുമല്ലോ എന്നോർത്ത് യമുനയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവളുടെ കണ്ണുനീർ തലയണ നനച്ചുകൊണ്ട് തന്നെ കുറേ അധികം കരഞ്ഞു. അവളുടെ മുഖത്ത് സങ്കടം ഉറക്കമില്ലായ്മയും കണ്ടപ്പോൾ കാവേരിക്ക് തോന്നി അവൾ നിലമോളുടെ അസുഖത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് എന്ന്. നിലമോളുടെ അസുഖം അവരുടെ കുടുംബത്തിലെ മറ്റൊരു തലവേദനയായിരുന്നു. കാവേരി പതുക്കെ നടന്ന് യമുനയുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ തലയിൽ വളരെയധികം സ്നേഹത്തോടു കൂടെ തലോടിക്കൊണ്ട് പതുക്കെ പറഞ്ഞു, നീ വെറുതെ കിടന്നിങ്ങനെ വിഷമിക്കാതിരിക്കുക യമുനെ. നാളെ എന്തായാലും നമുക്ക് പണം കിട്ടും. അതോർത്തുകൊണ്ട് നീ ആണെന്ന് പേടിക്കൊന്നും വേണ്ട. നമ്മുടെ കഷ്ടപ്പാടൊക്കെ നാളെയോടുകൂടെ തീരും. മോളുടെ അസുഖം പെട്ടെന്ന് തന്നെ നമുക്ക് ഭേദമാക്കിയെടുക്കുകയും ചെയ്യാം. കാവേരിയുടെ ആ വാക്ക് കേട്ടപ്പോൾ തന്നെ യമുനൊന്ന് മൂളി. പക്ഷേ അവളുടെ ഉള്ളിലെ നീറുന്ന സങ്കടം മാറുന്നുണ്ടായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ വേണ്ടി ജയബാലൻ CI ചാരുലത വളരെ കർക്കശമായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞ സമയത്തിന് ജയബാലനും മകൾ രാഗിണിയും സ്റ്റേഷനിലേക്ക് എത്തി. വലിയൊരു ആഡംബരക്കാരിൽ വന്നിറങ്ങിയ ജയബാലന്റെ മുഖത്ത് എന്തെന്നില്ലാത്തൊരു പുച്ഛവും അഹങ്കാരവും ഉണ്ടായിരുന്നു. താൻ ഒരു വലിയ പ്രമാണിയാണെന്നും ഈ പോലീസുകാരിയെ തനിക്ക് പേടിയില്ല എന്നുള്ള ഭാവം ആ നടപ്പിലും നിൽപ്പിലൊക്കെ പ്രകടമായിരുന്നു. രാഗിണിയും അച്ഛൻ്റെ അതേ അഹങ്കാരത്തോടു കൂടി തന്നെയാണ് നടന്നു വന്നത്. അവൾ ചുറ്റുമുള്ളവരേക്ക് അങ്ങനെ വകവെക്കാത്ത സ്റ്റേഷനിലേക്ക് കയറി. അവർ സ്റ്റേഷനരികിലേക്ക് കയറി ചെന്നു. അപ്പോഴേക്കും കാവേരിയും ഗംഗയും കൂടെ ഒരു സ്കൂട്ടറിൽ അങ്ങോട്ടേക്ക് വരികയാണ്. ഗംഗയുടെ മുഖത്ത് നല്ല പേടിയും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പടികൾ കയറുമ്പോൾ അവളുടെ നെഞ്ചെടുപ്പ് കൂടുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് അവൾ കാവേരിയുടെ കൈകൾ ഇങ്ങനെ പിടിച്ചു ചോദിച്ചു, കാവേരി, നമുക്ക് ആ പണം കിട്ടുകൂടി? എനിക്ക് വല്ലാത്ത പേടിയാവുന്നു. ഇവരൊക്കെ വലിയ ആൾക്കാരല്ലേ, നമ്മളെങ്ങാനും തോറ്റുപോവോ? കാവേരി വളരെ ധൈര്യത്തോടു കൂടി ഗംഗയെ നോക്കി. കിട്ടും ഗംഗേജി, വെറുതെ പേടിക്കാതെ ധൈര്യമായിട്ടിരിക്ക്. സത്യം നമ്മുടെ ഭാഗത്തല്ലേ. അച്ഛൻ്റെ പണം ആ ദുഷ്ടൻ അനുഭവിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്തന്നെ അങ്ങോട്ടേക്ക് വിനീതും ബൈക്കിലെത്തി. വിനീത് വന്ന പാടെ വളരെ ആകാംക്ഷയോട് ചോദിച്ചു, എന്തായി കാവേരി, നിങ്ങൾ CI മേഡത്തെ കയറി കണ്ടോ? അവർ വന്നോ? ഇല്ല വിനീതേട്ടാ, നമുക്ക് കയറി കാണണം. മാഡം അകത്തുണ്ട് എന്ന് കാവേരി മറുപടി പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ കൂടെ വന്നിട്ട് എല്ലാവർക്കും കയറാമെന്ന് കരുതി നിൽക്കുമായിരുന്നു. നമുക്ക് കയറാം, വിനീത് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി സ്റ്റേഷനകത്തേക്ക് കയറി. CI ചാരുലതയുടെ മുറിക്ക് പുറത്ത് അവർ കുറച്ചു നേരം കാത്തു നിന്നു. അധികം വൈകാതെ തന്നെ ജയബാലനും രാഗിണിയും അങ്ങോട്ടേക്ക് വന്നു. അവരെ കണ്ടപ്പോൾ കാവേരിയുടെ ഉള്ളിൽ ദേഷ്യം അങ്ങ് ഇരിച്ചു കയറി. അച്ഛനെ ചതിച്ചവനെ നേരിട്ട് കാണുമ്പോൾ തന്നെ ഏത് മകൾക്കും ദേഷ്യം വരുമല്ലോ. പക്ഷേ അവളത് പുറത്തൊന്നും കാണിക്കാതെ അങ്ങനെ മുഷ്ടി ചുരുട്ടി നിന്നു. എല്ലാവരും കൂടി CI ചാരുലതയുടെ ക്യാബിനിലേക്ക് കയറി. മേശയ്ക്ക് മുന്നിലിരുന്ന കസേരയിൽ ഗൗരവത്തോടെ ഇരിക്കുമായിരുന്നു ചാരുലത. ജയബാലൻ വളരെ പുച്ഛത്തോടു കൂടിയാണ് കാവേരിയും കൂടെയുള്ളവരെയൊക്കെ നോക്കിക്കണ്ടത്. എന്നിട്ട് ചാരുലതയോട് കുറച്ച് അധികാരത്തിൽ തന്നെ ചോദിച്ചു, എന്താ CI മാഡം, ഞാൻ ഈ സമൂഹത്തിൽ അത്യാവശ്യം നിലയും വിലയുമുള്ള ഒരാളാണ്. എല്ലാവർക്കും എന്നെ അറിയാം. എന്നെ എങ്ങനെ വെറുതെ വിളിച്ചു ബുദ്ധിമുട്ടിക്കരുത്. ഒന്നാമത്തെ കാര്യം, എൻ്റെ മകളുടെ കല്യാണ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ നെട്ടോട്ടത്തിലാണ് ഞാൻ. ആ സമയത്ത് ഇങ്ങനെ വെറുതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് സമയം കളയാനൊന്നും എനിക്ക് പറ്റില്ല. എനിക്ക് വേറെ പണിയുണ്ട്. ജയബാലന്റെ ഈ ഒരു അഹങ്കാരം നിറഞ്ഞ സംസാരം കേട്ടപ്പോൾ തന്നെ ചാരുലതയുടെ മുഖം അങ്ങ് ചുവന്നു. അവർ വളരെ കണിശമായി തന്നെ എഴുന്നേറ്റ് നിന്ന്, എടോ, തനിക്ക് സമയം കളയാനുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ തന്നോട് ചോദിച്ചില്ലല്ലോ. തനിക്കെതിരെ ഇവിടെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. അത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം ഈ കസേരയിലിരിക്കുന്ന എനിക്കാണ്. അതിനുവേണ്ടിയാ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്. തന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് താൻ ഇവിടെ നിന്നും പോയാൽ മതി. ഇത് കേട്ടപ്പോൾ ജയബാലിന്റെ അഹങ്കാരത്തിന്റെ ഭാവം ഒന്ന് മാറി. അയാൾ പരുങ്ങലോട് ചോദിച്ചു, എന്താ മാഡം, ആ കാര്യങ്ങളൊക്കെ ചോദിച്ചോളൂ. താൻ ഇവിടെ
ഇവരുടെ അച്ഛൻ അരവിന്ദന്റെ കയ്യിൽ നിന്നും കുറെ അധികം പണം വാങ്ങിയിട്ടുണ്ടോ, അത് തട്ടിയെടുത്തു എന്ന് ഇവർ പരാതി നൽകിയിട്ടുണ്ട്. ചാരുലത നേരെ വിഷയത്തിലേക്ക് കടന്നു. എന്തൊക്കെയാ മാഡം ഈ പറയുന്നത്? ജയപാലൻ തന്ത്രപരമായി തന്നെ ഒഴിഞ്ഞു മാറാൻ നോക്കി. അതെ, താൻ പണം വാങ്ങിച്ചിട്ടുണ്ടെന്നും അതിൽ കൃത്യമായ തെളിവുകളുണ്ടെന്നും ഇവർ പറയുന്നുണ്ടല്ലോ. ചാരുലത കണ്ണുരുട്ടി ചോദിച്ചു. ഉടനെ തന്നെ ജയപാലൻ ഉച്ചത്തിൽ ഒരു ചിരി അങ്ങ് ചിരിച്ചു. എന്നിട്ട് വളരെ നിസാരമായി പറഞ്ഞു, ഹേയ്, അതൊക്കെ വെറുതെ പറയുന്നതാ മാഡം. ഈ പറയുന്ന ഇവരുടെ അച്ഛൻ അരവിന്ദൻ എൻ്റെ വളരെ നല്ലൊരു കൂട്ടുകാരനായിരുന്നു. അയാൾ ഇടയ്ക്കിടയ്ക്ക് പണം അയച്ചു തന്നിട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനേക്കാളും കൂടുതൽ പൈസ ഞാൻ ഇവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് എൻ്റെ പോക്കറ്റിൽ നിന്ന് ചെലവാക്കിയിട്ടുണ്ട്. എന്നിട്ടും ഇവർ പറയുന്നതോ ഇവരുടെ അച്ഛൻ്റെ പൈസ ഒക്കെ ഞാൻ അടിച്ചു മാറ്റിയെന്നാണ്. അതൊക്കെ ചുമ്മാ തള്ളി പറയുന്നതാ മാഡം. സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കെതിരെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ ചിലതൊക്കെ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കും. ഇവർക്കിപ്പോൾ ജീവിക്കാൻ വേറെ നിവൃത്തിയില്ല, കയ്യിൽ കാശില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും പൈസ പിടുങ്ങാൻ വേണ്ടിയിട്ട് ഇവർ പുതിയ അടവുമായിട്ട് വന്നിരിക്കുവാണ്. ജയപാലിൻ്റെ ഈ കള്ളത്തരങ്ങൾ കേട്ട് കാവേരിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ മുന്നോട്ട് കയറി അങ്ങ് പൊട്ടിത്തെറിച്ചു. മാഡം, ഇയാൾ പറയുന്നത് മുഴുവൻ പച്ചക്കള്ളാണ്. ഇയാൾ എൻ്റെ അച്ഛൻ്റെ പണം അടിച്ചു മാറ്റിയതാ. എൻ്റെ അച്ഛൻ മരിച്ചിട്ട് പോലും ഈ ദുഷ്ടൻ എൻ്റെ അച്ഛനെ വെറുതെ വിട്ടിട്ടില്ല. അച്ഛൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം മുഴുവൻ ഇയാൾ തട്ടിയെടുത്തു. ഇത് കേട്ടപ്പോൾ രാഗിണി ദേഷ്യത്തോടു കൂടെ ഇടയ്ക്ക് കയറി. വെറുതെ ഓരോന്ന് പറയാണ് മാഡം. എൻ്റെ അച്ഛൻ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യത്തില്ല. അല്ലെങ്കിലും ഇവിടെ നക്കാപ്പിച്ച പൈസ കിട്ടിയിട്ട് വേണോ ഞങ്ങൾക്കൊക്കെ ജീവിക്കാനേ? മോളെ, അങ്ങനെ അങ്ങോട്ടേക്ക് പറഞ്ഞു കൊടുക്കുകയെന്ന് ജയപാലൻ മകളെ പ്രോത്സാഹിപ്പിച്ചു. ചാരുലത ശബ്ദമുയർത്തി. അതെ, നിങ്ങളുടെ ഈ ഒരു സംസാരം തർക്കം കേൾക്കാൻ വേണ്ടിയിട്ടില്ല നിങ്ങളെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്. നിങ്ങൾ ആ പണം ഇവർക്ക് തിരികെ കൊടുക്കണം. ജയപാലൻ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അതെങ്ങനെ ശരിയാവും മാഡം? ഞാൻ ചെയ്യാത്ത കുറ്റം എൻ്റെ തലയിലങ്ങ് കെട്ടിവെക്കാനൊന്നും ശ്രമിക്കരുത്. ഞാൻ ആരുടെയും പണമൊന്നും അടിച്ചു മാറ്റിയിട്ടില്ല മാഡം. ഇവരോട് തെളിവ് കൊണ്ടുവരാൻ പറ. വെറുതെ വാ തുറന്ന് പറഞ്ഞാലൊന്നും പോരില്ലല്ലോ. നമുക്ക് തീരുമാനിക്കാം. ഓ, തെളിവുണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ എന്നോ താൻ പറയുന്നത്? ചാരുലത ചോദിച്ചു. അതെ, ജയപാലൻ ഉറപ്പിച്ചു പറഞ്ഞു. ഉടനെ തന്നെ കാവേരി യാതൊരുവിധ കൂസലുമില്ലാതെ പറഞ്ഞു, മാഡം, തെളിവൊക്കെ ഞാൻ തരാം. ശരി, എങ്കിൽ പോയി തെളിവെടുത്തോണ്ട് വാ. അന്നേരം നമുക്ക് ബാക്കി സംസാരിക്കാമെന്ന് ചാരുലത പറഞ്ഞു. ആ സമയത്തിന് മറ്റ് ചില സ്റ്റേഷനിലേക്ക് പരാതിയുമായി വന്നതുകൊണ്ട് തന്നെ ചാരുലത അവരോട് പുറത്തു നിൽക്കാൻ പറയണേ. ഇതേ സമയം സ്റ്റേഷന്റെ പുറത്ത് വലിയൊരു ചതി നടക്കുന്നുണ്ടായിരുന്നു. കാവേരിയും കൂട്ടരും അകത്തേക്ക് കയറിയ തക്കത്തിന് ജയപാലിന്റെ ഏർപ്പാടുകാരും ഒരുത്തൻ അവിടെ പമ്മി നിൽക്കുന്നുണ്ടായിരുന്നു. കാവേരി തന്റെ സ്കൂട്ടറിന്റെ ബോക്സിനകത്താണ് അച്ഛന്റെ ഫോൺ വെച്ചിരുന്നത്. ആ ഫോണിലായിരുന്നു എല്ലാ തെളിവുകളും റെക്കോർഡെല്ലാം തന്നെ രേഖകളെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. അവർ ചുറ്റും നോക്കിയിട്ട് ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം പതുക്കെ സ്കൂട്ടിയുടെ ബോക്സ് തുറന്ന് ആ ഫോൺ അങ്ങ് അടിച്ചുമാറ്റി അവിടെ നിന്നും കടന്നു കളഞ്ഞു. ഇതൊന്നും പാവം കാവേരി അറിഞ്ഞിരുന്നില്ല. തെളിവുകൾക്ക് വേണ്ടിയിട്ട് കാവേരി ഗംഗയും പുറത്തേക്ക് വന്നു. ഗംഗ വേഗം തന്നെ പോയി സ്കൂട്ടറിന്റെ ബോക്സ് തുറന്നു നോക്കിയപ്പോൾ അതിങ്ങനെ എടുക്കാൻ നോക്കി. അവർ ബാഗിനകത്തൊക്കെ തപ്പി നോക്കി. ഗംഗ തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഫോൺ അവിടെയൊന്നും കാണില്ല. അവൾ ആകെ പരിഭ്രാന്തിയിലായി. കാവേരി, നീ ഈ ഫോൺ ഇതിനകത്ത് തന്നെയല്ലേ വെച്ചത്? അവളുടെ ശബ്ദം ഇറക്കുന്നുണ്ടായിരുന്നു. അതേ ഗംഗേജി, ഞാൻ ഇതിനകത്ത് തന്നെയാണ് വെച്ചത്, കാവേരി പറഞ്ഞു. പക്ഷേ ഇതിലൊന്നും കാണുന്നില്ലല്ലോ. നീ ഒന്നുകൂടി ശരിക്കൊന്ന് നോക്കിക്കേ. കാവേരി ഓടി വന്ന് തപ്പി നോക്കി. ഇല്ല, ഫോൺ അവിടെയൊന്നും കാണുന്നില്ല. അതെവിടെ പോയി എന്നറിയാൻ അവർ ആകെ വിയർത്തു കുളിച്ചു. അവരുടെ മുഖത്തെ പരിഭ്രാന്തി കണ്ട് അപ്പോഴാണ് ജയപാലൻ അങ്ങോട്ടേക്ക് ഒരു വഷളൻ ചിരിയോടുകൂടെ വന്നത്. എന്താ മോളെ കാവേരി, ഫോൺ കാണുന്നില്ലായിരിക്കുമല്ലേ? ജയപാലൻ പരിഹാസത്തോട് ചോദിച്ചു. കാവേരി അവനെ ദേഷ്യത്തോടെ നിന്ന് നോക്കി. അവൾക്ക് കാര്യം മനസ്സിലായി തുടങ്ങിയിരുന്നു. ജയപാലൻ തുടർന്നു. എടി, നീ ആരോടായി കളിക്കുന്നത്? നിനക്കറിയാമോ? ഈ ജയപാലിനോട് കളിച്ചവൻ ഇന്ന് വരെ ജയിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് നീ വെറുതെ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നതാണ് നിനക്ക് നല്ലത്. വെറുതെ എൻ്റെ മെക്കെട്ട് കയറാൻ വന്നാൽ നീ വെങ്ങ് വിവരം അറിയും. ജയപാലിന്റെ ഈ ഒരു വെല്ലുവിളി കേട്ടപ്പോൾ തന്നെ കാവേരിയുടെ നിയന്ത്രണം വിട്ടു. അവളുടെ കണ്ണിൽ നിന്നും തീ പാറുന്നുണ്ടായിരുന്നു. അവൾ വിരൽ ചൂണ്ടിക്കൊണ്ട് ഉറക്കെ പറഞ്ഞു, ജയപാല, നീ കൂടുതലൊന്നും കളിക്കരുത്. എൻ്റെ അച്ഛൻ്റെ ജീവിതവും ജീവനും പിന്നെ ഞങ്ങളുടെ കുടുംബവും തകർക്കാൻ വേണ്ടി നോക്കിയവനാ നീ. നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് നീ കരുതുന്നുണ്ടോ? മര്യാദക്ക് ഫോൺ ഇങ്ങോട്ടേക്ക് തന്നോ. ഒന്ന് പോടി അവിടുന്ന്. ഞാൻ ഫോൺ തന്നില്ലെങ്കിൽ നീ എന്ത് തെളിവ് കൊടുക്കുമടി? ഞാനൊന്ന് കാണട്ടെ. ജയപാലൻ അലറി. രണ്ടുപേരും തമ്മിൽ വലിയ വാക്കുതർക്കം തന്നെ അവിടെ നടന്നു. ജയപാലൻ തന്നെയാണ് ഈ പണി ഒളിപ്പിച്ചു വെച്ചത് എന്ന് കാവേരിക്ക് ഉറപ്പായി. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ഒരു നിമിഷം അങ്ങ് തരിച്ചു പോവാണ്. നെഞ്ചിലെ താളം തെറ്റുന്നത് പോലെ അവൾക്ക് തോന്നി. അപ്പോഴാണ് വിനീത് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വന്നത്. എന്താ കാവേരി, ഫോൺ കിട്ടിയില്ലേ എന്ന് വിനീത് ചോദിച്ചു. ഇല്ല വിനീതേട്ടാ, ഫോൺ കാണാനില്ല, ആരോ എടുത്തു എന്ന് കാവേരി സങ്കടത്തോടെ പറയാണ്. ഇത് കേട്ട രാഗിണി അച്ഛൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നേ. അവൾ അച്ഛനെയും കൂട്ടിയിട്ട് അകത്തേക്ക് നടന്നു. എന്നിട്ട് പതുക്കെ പറയുന്നുണ്ട്, കണ്ടില്ലേ അച്ഛാ, ഇനിയിപ്പോൾ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ കയ്യിൽ തെളിവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അവർ ജയിച്ച ഭാവത്തിൽ വീണ്ടും അങ്ങനെ സിഐയുടെ അടുത്തേക്ക് പോയി. അവർ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നിവിൻ വന്നത്. നിവിനെ കണ്ടപ്പോൾ കാവേരിക്ക് വലിയൊരു ആശ്വാസം തോന്നി. നിവിൻ വന്ന പാടെ കാവേരിയും ഗംഗയും നോക്കി ചോദിച്ചു, എന്താ കാവേരി നിങ്ങളുടെ മുഖം വല്ലാതിരിക്കുന്നത്? എന്തു പറ്റി? വിനീത് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ നിവിനോട് വിശദമായി പറഞ്ഞു കൊടുക്കാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നിവിൻ്റെ മുഖം അങ്ങ് ദേഷ്യം നിറഞ്ഞു.
ഇതാ ദുഷ്ടനായ എൻ്റെ അങ്കിൾ തന്നെ ചെയ്തതായിരിക്കും. ആ ഫോണ് പുള്ളി എങ്ങനെയെങ്കിലും കൈക്കലാക്കിയിട്ടുണ്ടാവും. അങ്ങനെ തെളിവുകളൊക്കെ വളരെ സൂക്ഷിച്ചു വെക്കേണ്ട കാര്യങ്ങളായിരുന്നില്ലേ കാവേരി? നീ അതൊക്കെ ശ്രദ്ധിക്കാഞ്ഞതെന്താ? നിവിൻ ചോദിച്ചു. തെളിവ് നഷ്ടപ്പെട്ടതിൻ്റെ വല്ലാത്ത സങ്കടത്തിലായിരുന്നു കാവേരി. അവൾ കരയാൻ തുടങ്ങിയിരുന്നു. പണം കിട്ടിയില്ലെങ്കിൽ തങ്ങളുടെ ജീവിതം വഴിമുട്ടുമല്ലോ എന്നോർത്ത് അവളുടെ നെഞ്ചു പിടഞ്ഞു. അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് തന്നെ നിവിൻ പറഞ്ഞു, നീ ഒരിക്കലും വിഷമിക്കേണ്ട കാവേരി. നീ കരയാതിരിക്ക്. നമുക്കിത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന മറ്റൊരാൾ അവിടെയുണ്ടല്ലോ, നമ്മുടെ തോട്ടത്തിലെ വേണുവേട്ടൻ. പുള്ളിക്ക് എല്ലാ സത്യങ്ങളും അറിയാം. ഞാൻ വേണുവേട്ടനെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പുള്ളി ഇപ്പം തന്നെ ഇങ്ങോട്ടേക്ക് വരും. നീ പേടിക്കാതിരിക്ക്. നിവിൻ കാവേരിക്ക് വലിയൊരു ധൈര്യം കൊടുത്തു. എങ്കിലും തെളിവുകളില്ലാതെ തന്നെ സിയയുടെ മുന്നിൽ എന്തു പറയണമെന്ന ടെൻഷൻ കാവേരിക്കുണ്ടായിരുന്നു. അവർ വീണ്ടും സിയയുടെ ക്യാബിനിലേക്ക് കയറി ചെന്നു. ജയപാലൻ വളരെ ഉഷാറിലായിരുന്നു. മേഡം, ഞാൻ പറഞ്ഞില്ലേ ഇവരുടെ കയ്യിൽ തെളിവൊന്നുമില്ലാന്ന്. വെറുതെ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി കുറേ നേരമായിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ വിലപ്പെട്ട സമയം മെനക്കെടുത്താനായിട്ട്. ഇവർക്കിപ്പോൾ പൈസ വേണം. അതിനു വേണ്ടിയിട്ട് ഈ 3-4 പെണ്ണുങ്ങൾ ഇങ്ങനെ വെറുതെ ഇറങ്ങി തിരിച്ചിരിക്കുവാണ്. എങ്ങനെയെങ്കിലും വയറ്റിപ്പിഴപ്പ് നടത്തണ്ടേ? അതിനു വേണ്ടിയിട്ട് കാശുള്ളവരെങ്ങനെ പിടികൂടിയിരിക്കുക? ജയപാലിൻ്റെ ഈ ഒരു സംസാരം കേട്ടപ്പോൾ വിനീതിനൊട്ടും തന്നെ സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ രക്തം തിളച്ചു. എന്താണ് നീ പറഞ്ഞത് എന്നലറിക്കൊണ്ട് തന്നെ വിനീത് മുന്നോട്ട് ജയപാലിൻ്റെ കോളറിനെ അങ്ങ് കയറി പിടിക്കാണ്. ഹേയ്, വേണ്ട, ഈ പോലീസ് സ്റ്റേഷൻ കയ്യാങ്കളിയും കാര്യങ്ങളൊന്നും വേണ്ട. താൻ അങ്ങ് മാറി നിൽക്കാൻ നോക്ക്, ചാരുലത വിനീതിനോട് കർക്കശമായി പറഞ്ഞു. ആ സമയത്താണ് നിവിൻ അങ്ങോട്ടേക്ക് കയറി വന്നത്. നിവിനും സിയെ ചാരുലതയും തമ്മിൽ നേരത്തെ തന്നെ നല്ല സുഹൃത്തുക്കളായിരുന്നു. ജയപാലിൻ്റെ തനി നിറവും സ്വഭാവ ദൂഷ്യങ്ങളും തട്ടിപ്പുകളൊക്കെ നിവിൻ നേരത്തെ തന്നെ ചാരുലതയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചാരുലത ഗൗരവത്തോടു കൂടി ജയപാലിനെ നോക്കി പറഞ്ഞു, ജയപാല, നിങ്ങൾ ഈ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം എനിക്ക് നേരത്തെ തന്നെ ബോധ്യപ്പെട്ടതാണ്. നിങ്ങൾ വിചാരിച്ചു ആ ഫോൺ അടിച്ചു മാറ്റിയാൽ രക്ഷപ്പെടാമെന്നല്ലേ? എന്നാ കേട്ടോ, പാസ്ബുക്കിൻ്റെ കോപ്പികളും നിങ്ങൾ ATM വഴി പൈസ പിൻവലിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ ബാങ്ക് ഡീറ്റെയിൽസും എല്ലാം തന്നെ കാവേരി നേരത്തെ തന്നെ എനിക്ക് തന്നിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ജയപാലിൻ്റെ തലയിൽ ഇടുത്തി വീണതുപോലെയായി. ഫോൺ പോയാൽ താൻ രക്ഷപ്പെടുമെന്ന് കരുതിയിരുന്ന അയാളുടെ സകല കണക്കൂട്ടലും അങ്ങ് തെറ്റിപ്പോവാണ്. അയാൾ വിറക്കാൻ തുടങ്ങി. പക്ഷേ ജയപാലിന് കിട്ടാനുള്ള ഏറ്റവും വലിയ പണി വരാനിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. മൊഴി കൊടുക്കാനായി ജയപാലിൻ്റെ സ്വന്തം കാര്യസ്ഥനായ വേണു അങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. വേണു അവിടെ വരുമെന്ന് ജയപാലൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. വേണുവിനെ കണ്ടപ്പോൾ ജയപാലൻ അങ്ങ് ഞെട്ടിപ്പോയി. നീയോ? നീ എന്താണ് ഇവിടെ? വേണു സിയുടെ മുന്നിൽ നിന്ന് സകല സത്യങ്ങളൊന്ന് തുറന്നു പറഞ്ഞു. തനിക്ക് ഇത്രയും കാലം തോട്ടത്തിൽ പണിയെടുക്കുമ്പോൾ ശമ്പളം തന്നുകൊണ്ടിരുന്നത് ജയപാലനായിരുന്നില്ല, മറിച്ച് അരവിന്ദൻ സാർ ആയിരുന്നു എന്ന കാര്യം വേണു വെളിപ്പെടുത്തി. അരവിന്ദൻ സാറിൻ്റെ കുടുംബത്തിന് ഒരാവശ്യം വരുമ്പോൾ അവരെ സഹായിക്കേണ്ടത് എൻ്റെ കടമയാണ് മാഡം. തോട്ടത്തിൽ പണം ഓരോ തവണയും വാങ്ങിച്ചു കൊണ്ടുവന്നത് കൊടുത്തതൊക്കെ ഞാനാണ്. ഇവരുടെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം മുഴുവൻ ഈ ജയപാലൻ ചതിച്ച് തട്ടിയെടുത്തതാണ് മാഡം. വേണു വളരെ വ്യക്തമായി തന്നെ മൊഴി കൊടുത്തു. അതെല്ലാം കേട്ട് ജയപാലൻ അങ്ങ് തകർന്നു പോവുകയാണ്. അയാൾക്ക് ചുറ്റും ലോകം കറങ്ങുന്നത് പോലെ തോന്നി തുടങ്ങി. താൻ തോറ്റിരിക്കുന്നുവെന്ന് അയാൾക്ക് പൂർണ്ണമായും മനസ്സിലായി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ ഒരു വലിയ തിരിച്ചടിയിൽ ജയപാലൻ അങ്ങ് തല താഴ്ത്തി നിന്നു പോവാണ്. കാവേരിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. തൻ്റെ അച്ഛൻ്റെ വിയർപ്പിൻ്റെ വിലയുള്ള ആ ഒരു പണം ഇനി തങ്ങൾക്ക് തിരികെ കിട്ടുമെന്ന വിശ്വാസത്തോടുകൂടെ തന്നെ അവളുടെ മുഖം തിളങ്ങി നിന്നു. സത്യം എപ്പോഴും ജയിക്കുമെന്ന വലിയൊരു പാഠമാണ് അവിടെ തെളിയിക്കപ്പെടുന്നത്. അങ്ങനെ കാവേരി വളരെയധികം പ്രതീക്ഷയോടുകൂടെ തന്നെ സന്തോഷത്തോടുകൂടെ പടിയിറങ്ങുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.